ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നടുങ്ങിയിരിക്കുകയാണ് രാജ്യമൊട്ടാകെ. വിനോദസഞ്ചാരികളായ 29 ആളുകളാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരനിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് ആളുകളെ ആകർഷണം ചെയ്യുന്ന ദക്ഷിണ കാശ്മീരിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബൈസരൻ താഴ്വര. എന്നാൽ വെക്കേഷൻ സമയത്ത് കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രയ്ക്കെത്തിയ സാധാരണ മനുഷ്യരായിരുന്നു ഈ ആക്രമണത്തിന്റെ ഇരകൾ. സൈനിക വേഷത്തിലെത്തിയ ഭീകരരായിരുന്നു സഞ്ചാരികൾക്കു നേരെ വെടിയുതിർത്തത്. പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ചാണ് ആക്രമിച്ചതെന്നും മറ്റൊരു പ്രത്യേകതയായിരുന്നു. രാജ്യത്തെ സാധാരണ മനുഷ്യരെ അപ്രതീക്ഷിത സമയത്ത് കൊലപ്പെടുത്തിയ തീവ്രവാദികൾക്ക് ശക്തമായ മറുപടി നൽകുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഉള്ളവർക്കൊപ്പം ഒരു മലയാളിയും മരണപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രനാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാമചന്ദ്രൻ കുടുംബസമേതം കാശ്മീരിലേക്ക് പോയതാണെന്നായിരുന്നു വിവരം. എന്നാൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ തീവ്രത വിളിച്ചോതുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട ഭർത്താവിന്റെ സമീപത്ത് നിരാലംബയായിരിക്കുന്ന ഭാര്യയുടേതായിരുന്നു അത്. ഹരിയാന സ്വദേശിയും കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനുമായ ലഫ്റ്റനന്റ് വിനയ് നർവാളും ഭാര്യ ഹിമാൻഷിയുമായിരുന്നു ആ ചിത്രത്തിലുള്ളത്. വിവാഹശേഷം മധുവിധു ആഘോഷിക്കാൻ കാശ്മീരിലെത്തിയപ്പോഴാണ് ഭാര്യയുടെ കൺമുന്നിൽ വെച്ച് വിനയ് കൊല്ലപ്പെടുന്നത്. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിലെത്തുകയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി അവിടേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ ലഷ്കർ എ തൈബയുടെയും ISIയുടെയും പങ്ക് വ്യക്തമാണെന്നാണ് രഹസ്യ ഏജൻസികൾ അഭിപ്രായപ്പെടുന്നത്. അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡറായ കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദാണ് ഭീകരാക്രമണത്തിന്റെ പിന്നിലെ സൂത്രധാരനെന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള കാശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. വിനോദസഞ്ചാരത്തിനെത്തിയ കയ്യിൽ ആയുധമില്ലാത്ത സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കിയ ഇത്തരം ഭീകരരെ വേരോടെ ഉന്മൂലനം ചെയ്തേ പറ്റൂ.